ഹായ് സുഹൃത്തുക്കളെ, ഈ വണ്ടി കണ്ടോ? ഹീറോ ഹോണ്ടൻ്റെ സ്പ്ലെൻഡർ വണ്ടിയാണ്. കുറച്ച് പഴക്കമുള്ള വണ്ടി കേട്ടോ. ഇത് കുറേ മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് പുത്തനത്താണിയിൽ നിന്ന് ആ വണ്ടി ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ഒരു ഇലക്ട്രിക് വാഹനമാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വീട് പണിയൊക്കെ ആയതുകൊണ്ട് ഞാനത് അവിടെ ഇട്ടു. ഇപ്പോൾ ടൈല് മാർബിളൊക്കെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പൗഡറൊക്കെ ഇതിൽ ഡസ്റ്റൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. സിമെൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടി കുറേ നാശമായിട്ടുണ്ട്, തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എന്നാലും വർക്കിംഗ് കണ്ടീഷനാണ് എൻജിൻ, ഇപ്പോഴും സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ഞാൻ ഈ എൻജിൻ കംപ്ലീറ്റ് മൂവബിൾ പാർട്സുകൾ കംപ്ലീറ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എൻജിനോട് ഇനി നമുക്ക് വേറൊരു മാർഗ്ഗമുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരു അമേസിങ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പോൾ വീട് പണി നടക്കുകയായിരുന്നുകൊണ്ട് മിക്കവാറും ദിവസങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പോൾ ഇവരെ വിളിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഹബ് മോട്ടർ, പിന്നെ ലിഥിയം അയൺ ബാറ്ററികൾ, അതായത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 72 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാനാണ്. ഒരു 36 ആംപിയർ അല്ലെങ്കിൽ 42 ആംപിയറിൽ ബാറ്ററി സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു കൺട്രോളർ വെക്കുന്നു. കൺട്രോളർ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഹബ് മോട്ടറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കാം. പിന്നെ ഈ 72 വോൾട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു DC കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് 12 വോൾട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കും. അത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിന്, ഇൻഡിക്കേറ്ററിന്, പിന്നെ റിയർ ലൈറ്റിന്, അതേമാതിരി ഹോണിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 12 വോൾട്ട് ട്രാക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 30,000 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സ്കൂട്ടറാവട്ടെ ബൈക്കാവട്ടെ നമുക്ക് അത് ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ചാർജിങ്ങിൽ മിനിമം ഒരു 100 കിലോമീറ്ററെങ്കിലും പോകാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എൻജിൻ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻജിൻ നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാനുണ്ട്. ഇനി ബാക്കത്തെ വീലും കൂടി മാറ്റാനുള്ളൂ. അപ്പോൾ അതും കൂടി മാറ്റുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ഒരു കൺട്രോളർ ബോക്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പർസൂവി കമ്പനിയുടെ കൺട്രോളർ ബോക്സാണ്. ചങ്യുങ് കമ്പനിയുടെ കീ സ്വിച്ച്, DC കൺവേർട്ടർ എന്നിവയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 40 ആംപിയറിൻ്റെ ബ്രേക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ത്രോട്ടിൽ സ്വിച്ചാണ് നമ്മൾ കൺട്രോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്, സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ. ബാറ്ററി ചാർജ്, കിലോമീറ്റർ ഇവയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇൻഡിക്കേഷനുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത് നോർമൽ വാഹനത്തിൻ്റെ തന്നെ മീറ്ററാണ് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹബ് മോട്ടർ. ഇത് 3 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി ലിഥിയം അയൺ ഫെറോഫോസ്ഫേറ്റ്, അതായത് LFP സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംപിയർ അല്പം കൂടുതലായിരിക്കും. നമ്മൾ ഒരു 40 ആംപിയറിൻ്റെ ബ്രേക്കറും അതിന് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രേക്ക് ലീവർ ഉണ്ട്. അത് ബ്രേക്ക് പിടിക്കുമ്പോൾ കട്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനും അതിലുണ്ട്. അപ്പോൾ നോർമൽ വാഹനങ്ങൾക്കുള്ള അതേ ഫെസിലിറ്റി ഇതിന് ഉപയോഗിച്ചാൽ മതി, ഇത് വേണമെന്നില്ല. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൺട്രോളറിലേക്കുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഹബ് മോട്ടറിനുള്ള ഒരു ബ്രേക്ക് ഷൂ നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ട്. അത് നോർമൽ വാഹനത്തിൻ്റെ സെയിം ബ്രേക്ക് ഷൂ തന്നെയാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറ് ഒത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ സ്കൂട്ടറിനുള്ള ഒരു ഹബ് മോട്ടറാണ് നമ്മൾ 17 ഇഞ്ചിൻ്റെ വീലുമൊക്കെ മാറ്റിയിട്ടുള്ളത്. ലെയ്ത്തിലൊക്കെ പോയി ചെയ്യിച്ചതാണ്. അത് സ്കൂട്ടറിൻ്റെ അത് ബൈക്കിലേക്ക് ആക്കി മാറ്റിയതാണ്. മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന കൺട്രോളുകളുടെ എല്ലാം കളർ കോഡ് ഒന്നായിരിക്കും. ഇവതിൽ യെല്ലോ, ഗ്രീൻ, ബ്ലൂ കാണുന്നുണ്ടല്ലോ, അത് ഹബ് മോട്ടറിന് നേരിട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാൾ സ്വിച്ചിനുള്ളതുണ്ടായിരിക്കും. അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് മീറ്ററിലേക്ക് കാണിക്കാനൊക്കെ ഉള്ള കണക്ഷനാണ്. പിന്നെ പ്ലസും മൈനസും പവർ കൊടുക്കാനുള്ളത്. ഇത് കോമൺ ആയിട്ട് എല്ലാത്തിനും ഒരേമാതിരി തന്നെ ആയിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ബർഗ്ലർ അലാറം, പിന്നെ സൗണ്ടുകൾ, ഇതിനൊക്കെയുള്ള കണക്ഷൻസ് വേറെ ഉണ്ടായിരിക്കും. കൺട്രോളുകളുടെ എല്ലാ കേബിളുകളും ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കും. എല്ലാ കമ്പനികളുടേതും ഒരേപോലെ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് 12 വോൾട്ട് DC കൺവേർട്ടറാണ് ഇത്. 72 വോൾട്ടെന്നോ അല്ലെങ്കിൽ 50 വോൾട്ടെന്നോ നമുക്ക് അത് 12 വോൾട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റും.
ബാക്കി നമുക്ക് ആവശ്യാനുസരണം ഉള്ള ബർഗ്ലർ അലാറം ഉണ്ടെങ്കിൽ അതിന്, ഹോണുകൾ ഉണ്ടെങ്കിൽ, പിന്നെ അഡീഷണൽ ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഓരോരോ കണക്ഷൻസാണ് ഇതിനുള്ളത്. പിന്നെ ഇതിപ്പോൾ പാക്കിങ്ങിൽ തന്നെ കുറേ കേബിളുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി അതൊക്കെ ഏത് കേബിളാണെന്ന് നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ ഹബ് മോട്ടർ ഈ വീലിനോട് സെറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 18 കിലോഗ്രാമാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഭാരം വരുന്നത്. ടയർ പുറമേ വരും. ഈ ഹബ് മോട്ടോർ തികച്ചും വാട്ടർ പ്രൂഫാണ്. അപ്പോൾ വെള്ളം നനഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല, മഴയത്തും ഓടിക്കാവുന്നത് തന്നെയാണ്. ഇപ്പോൾ പഴയ ബൈക്ക് അതിൻ്റെ പാർട്സുകളൊക്കെ അഴിച്ചെങ്കിലും നെറ്റ്, ബോൾട്ട്, സ്ക്രൂകളൊക്കെ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അതുതന്നെ മതിയാവും. ഇനി ചെയ്യാനുള്ളത് ഈ പഴയ ബൈക്കിൻ്റെ ടയർ പുതിയ ഹബ് മോട്ടറിൻ്റെ റിമ്മിലേക്ക് മാറ്റി ഫിക്സ് ചെയ്യണം. അതിന് ഒരു കടക്കാരൻ്റെ സഹായം നമുക്ക് തേടേണ്ടി വരും. 17 സൈസുള്ള റിമ്മാണ് രണ്ടും. നമ്മളപ്പോൾ അതൊരു ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കി. അപ്പോൾ 19 ഇഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് ഇതേ ടയർ തന്നെ നമുക്ക് അതിലേക്ക് മാറ്റിയിടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ബൈക്കിലെ പഴയ വയറിങ് വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആൾട്ടർനേറ്ററിൻ്റെ കണക്ഷന്, അതുപോലെ ഈ റെക്ടിഫയറിൻ്റെ കണക്ഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പല സാധനങ്ങളും എടുത്ത് ഒഴിവാക്കാനും ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഒരു കണക്ഷൻ അതിലൂടെ വലിക്കുന്നതായിരിക്കും നന്നാവുക. ചെയിൻ സ്പോക്കറ്റ്, അതിൻ്റെ ഗാർഡ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഒക്കെ കട്ട് ചെയ്ത് കളയാം. അതിന് പുറമെ ഈ വീല് ഉറപ്പിക്കാൻ വേണ്ടി നമുക്കവിടെ എഡ്ജ് ഒന്ന് വലുതാക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് ശരിയാക്കണം. കാരണം ഈ ഹബ് മോട്ടറിൻ്റെ ഷാഫ്റ്റ് ആദ്യമേ തന്നെ ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിലെ ചെറിയ ഹോളിലൂടെ അത് കടക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് ഒരു സൈഡിലൂടെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഈ ടയർ നമുക്ക് ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ ടയർ വന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് അത് കടയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടിലെ ഒരു രണ്ടത്താണിയിലെ ഫ്രണ്ട്സ് ടയേഴ്സ് എന്ന് പറഞ്ഞൊരു കടയാണിത്. ഇവിടെ പഴയ ടയറും പുതിയ ടയറും സെക്കൻഡ് ഹാൻഡ് ടയറും ഒക്കെ, ഫ്രഷ് ടയറൊക്കെ കിട്ടും. പിന്നെ ടയർ സംബന്ധമായ എല്ലാ വർക്കുകളും നല്ല ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഞാൻ വന്നപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോയതാ തോന്നുന്നു. അപ്പോൾ വന്ന് മൂപ്പരോട് സംഗതികളൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പർക്കും തന്നെ ഒരു ആവേശത്തോടു കൂടി അത് ചെയ്തു തന്നു. ഏകദേശം 1 വർഷത്തോളം ഈ വാഹനം മഴയും വെയിലും കൊണ്ടങ്ങനെ കിടന്നുകൊണ്ട് പഴയ റിമ്മിലൊക്കെ നല്ല തുരുമ്പുണ്ട്. എന്നിരുന്നാലും ഒരു പരീക്ഷണം എന്നുള്ള ലെവലിൽ നമുക്ക് ആ ടയർ തന്നെ ഉപയോഗിക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു. പഴയ ടയറിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, പൗഡറൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇനി അത് ഹബ് മോട്ടറിലേക്ക് വളരെ ശ്രദ്ധാപൂർവം അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. കേബിളിന് ഡാമേജ് വരാൻ പാടില്ല, അലൈൻമെൻറ്റിനോ ഡാമേജ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ട്യൂബിലും കുറച്ച് പൗഡറൊക്കെ വെതറിയിട്ടുണ്ട്. ഇനി ട്യൂബും അതിലേക്ക് ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹബ് മോട്ടർ റീജനറേറ്റീവ് സിസ്റ്റമുള്ള ഹബ് മോട്ടറാണ്. കൺട്രോളറും അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, അതുപോലെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി ഈ ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് ചെയ്യും. ഇപ്പോൾ എയറൊക്കെ അടിച്ച് സംഗതി കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പഴയ ടയറാണെങ്കിലും അത്യാവശ്യം ഓടിക്കാനുള്ള അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഇതൊരു പരീക്ഷണം ആയതുകൊണ്ട് തന്നെ അധികം പൈസ ഇതിൽ ചിലവാക്കിയിട്ടില്ല. പിന്നെ ഓരോ വാഹനങ്ങളാണെങ്കിലും അതിൻ്റെ സ്പെയർ പാർട്സ് ആണെങ്കിലും എല്ലാം നമ്മൾ പഴയതാണ് ഉപയോഗിക്കുന്നത്. വാങ്ങിയിട്ട് ഉള്ളത് നമ്മൾ ഹബ് മോട്ടറാണ് പുതുതായിട്ട് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൺട്രോളറും അതൊക്കെ ഏറ്റവും വില കുറഞ്ഞതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ടയറുമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ബാക്കി അവിടുത്തെ വെച്ചിട്ടുള്ള ബാക്കി പരിപാടികൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളാരെങ്കിലും ഈ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാനത് കമൻറ്റിലൂടെ മറുപടി തരാം. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്രോളിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അതുമാത്രമല്ല നമുക്ക് നല്ല ലാഭമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ സോളാറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള പവറും നമുക്ക് അതിൽ നിന്ന് സോളാറിൽ നിന്ന് കിട്ടുമ്പോൾ 0 ചാർജിൽ നമുക്ക് വാഹനം ഓടിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ 30 കിലോമീറ്റർ താഴെ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലൊന്നും നമുക്ക് ഇത് ഉപയോഗിക്കാൻ ലൈസൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ടാക്സോ ഇൻഷുറൻസോ ഒന്നും വേണ്ടെന്നാണ് കേൾക്കുന്നത്. എന്നിരുന്നാലും
സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെൽമെറ്റ് മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 30 കിലോമീറ്ററിലല്ല കിട്ടുക. ഇത് 70-80 കിലോമീറ്റർ സ്പീഡുള്ള മോട്ടറാണ് നമ്മൾ ഇതിൽ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു പരീക്ഷണത്തിനും ടെസ്റ്റിങ്ങിനും വേണ്ടി മാത്രമാണ്. അതായത് നമുക്ക് പുറത്ത് സാധാരണ വാഹനങ്ങൾ മാതിരി ഉപയോഗിക്കാൻ ഉള്ള ഉദ്ദേശം നമുക്കില്ല. അപ്പോൾ നമുക്കിനി വീൽ ഉറപ്പിക്കണം. അതിന് ഞാൻ നേരത്തെ കട്ട് ചെയ്ത ഭാഗത്ത് അതിൻ്റെ അങ്ങേപ്പുറം കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ സ്ക്രൂ അലൈൻമെൻറ്റ് അതിൻ്റെ എഡ്ജ് പോവാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രേക്ക് ഷൂ കൂടി അതിനോട് കൂടെ തന്നെ ഇടണം. പിന്നെ അലൈൻമെൻറ്റിന് വേണ്ടി വല്ല റിങ്ങുകൾ എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൽ ബ്രേക്ക് ഷൂ ഉറപ്പിക്കാനുള്ള ആ ഷാഫ്റ്റിന് നീളം അല്പം കൂടുതലാണ്. ആ നിലവിലുള്ള ഷാഫ്റ്റിൽ നമ്മൾ ബ്രേക്ക് ഷൂ ഉറപ്പിക്കുകയാണെങ്കിൽ ബ്രേക്ക് ജാമായി നിൽക്കും. അതുകൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് അല്പം അടിച്ച് പരത്തിയതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് നമ്മളൊരു സേഫ്റ്റി പ്ലേറ്റ് വെക്കുന്നുണ്ട്. മറ്റു ഭാഗം കട്ട് ചെയ്തതായതുകൊണ്ട് അത് ഊരി പോരാതിരിക്കാൻ ഈ സേഫ്റ്റി പ്ലേറ്റിൻ്റെ നീളമുള്ള ആ ഹോളിൽ നമുക്ക് സ്ക്രൂ ആണെങ്കിൽ ചെയ്യാം. ഫൈനലായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ടയറിൻ്റെ അലൈൻമെൻറ്റ് ശരിയായ രൂപത്തിൽ നോക്കണം. അതിന് 2 ഭാഗങ്ങൾ ശരിക്കും നോക്കിയാൽ മതി. ഒന്ന് ഈ ടയറും അതേമാതിരി ഇതിൻ്റെ ഷാഫ്റ്റും തമ്മിലുള്ള അകലം, അത് 2 സൈഡിലും ഏകദേശം ഒരേപോലെയാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഷോക്ക് അബ്സർവറും പിന്നെ ടയറും തമ്മിലുള്ള അകലും കറക്റ്റാണോ എന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം അലൈൻമെൻറ്റ് കറക്റ്റായി കിട്ടും. ഷാഫ്റ്റിൻ്റെ നീളക്കൂടുതൽ കാരണം ആ ഷാഫ്റ്റൊന്ന് അടിച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് ആ ഹോള് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ അത് പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഷോക്ക് അബ്സർവറിനും കറക്റ്റ് അളവാണ്. അതേപോലെ തന്നെ ഈ വീല് പിടിപ്പിച്ചിട്ടുള്ള ആ ഷാഫ്റ്റിനും കറക്റ്റ് അളവാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തുരുമ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വരും. ഇത്രയും ഭാഗത്ത് നമുക്ക് ബാറ്ററി വെക്കാനുള്ളതാണ്. ഈ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ കൺട്രോളർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഭംഗിക്ക് വേണ്ടി അതിന്മേൽ തന്നെ ഫിക്സ് ചെയ്യണം. ടാങ്കിന് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇനി മെക്കാനിക്കൽ വർക്ക് ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഹോൾ അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് മുറിച്ച് മാറ്റി മറ്റു ഭാഗത്ത് ഒരു ഹോൾ അടിച്ചിട്ടുണ്ട്. ഇനി അത് ഉറപ്പിക്കുക. പിന്നെ നമ്മൾ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ബ്രേക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കേബിളുകൾ ഒരു പക്ഷേ നമ്മൾ മാറ്റും. പിന്നെ ഇതിൻ്റെ മീറ്റർ നമ്മൾ അതുപോലെ തന്നെ നിർത്തുകയാണ്. കാരണം ഫ്രണ്ടിൽ നിന്നാണല്ലോ മീറ്ററിൻ്റെ കണക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ LED ഡിസ്പ്ലേ എന്തെങ്കിലും വെക്കാം. പിന്നെ കീ അതുതന്നെ വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കീ ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതുതന്നെ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ത്രികോണ പോർഷനിലാണ് നമ്മൾ പിന്നെ കൺട്രോളർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 90% മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇലക്ട്രിക്കൽ വർക്കാണ്. കൺട്രോൾ ബോക്സ് ഉറപ്പിക്കുക, ബാറ്ററി ഉറപ്പിക്കുക, പഴയ വയറിങ് മാറ്റി പുതിയ വയറിങ് ഇടുക എന്നിവയൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.